ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മൾ മീൻ. ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ രാവിലെ ഒരു 4:18 ഇറങ്ങിയിട്ട് ഞങ്ങൾ ദാർസൈറ്റിക്ക് പോവാണ് കേട്ടോ. അവിടെ നല്ലൊരു കിഡിലിൻ സ്പോട്ടാണ്. അവിടെ എന്തായാലും വലിയ മീനുകൾ അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളങ്ങനെ ഹൈവേ കയറിയപ്പോഴാണെങ്കിൽ ഒരൊറ്റ മനുഷ്യരില്ല കേട്ടോ. കുറച്ച് ആൾക്കാരുള്ളൂ വണ്ടി എടുത്ത് ഇറങ്ങിയത്. അത് ഈ രാവിലെ ടൈം ആയതുകൊണ്ടാവും. അങ്ങനെന്താ ഞങ്ങൾ ദാർസൈറ്റ് എത്തി. കണ്ടില്ലേ, ദാർസൈറ്റിൻ്റെ ബോർഡുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ വണ്ടി യൂട്ടേൺ എടുത്തു. ദാർസൈറ്റ് ഇന്ത്യൻ സ്കൂളിൻ്റെ അവിടെ എയിൻഡ് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത്. അവിടെ എന്തായാലും നല്ല മീനുകൾ കിട്ടും. അപ്പോൾ നമുക്കവിടെ പോയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു കടകളും തുറന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ മീൻ കൊളുത്താനുള്ളൊന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇന്നലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെമ്മീനും മത്തിയൊക്കെ വാങ്ങി വെച്ചോണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നമ്മുടെ ആയുധങ്ങളെടുത്തു, നമ്മുടെ ഫിഷിംഗ് മോഡ് ഓണാക്കിയിട്ടു. ദെൻ ഞങ്ങൾ മീൻ പിടിക്കാനുള്ള ആ മൂഡ് ഉണക്കി. അങ്ങനെ അതാ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിഷിംഗ് റോഡ് എടുത്തു. ഇനി അതിനകത്ത് തീറ്റ കൊളുത്തണം, അതിൻ്റെ നാരിടണം. ഇതാണ് കേട്ടോ നമ്മുടെ മീൻ പിടിക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു കറക്കൂല്ലേ, നമ്മുടെ നൂലുണ്ടാവില്ലേ മീൻ പിടിക്കാനുള്ളത്. അതാണ് ആസ്റ്റ്യൂട്ടിൻ്റെ ഒരു AS3000 എന്നുള്ളതാണ്. ഇവിടെ 2 കുഞ്ഞു പൂച്ചകളുണ്ട് കേട്ടോ. ഇവർ നമ്മൾ രണ്ടാളും തല്ലുകൂടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടാളും കളിക്കുക കേട്ടോ. അതിൻ്റെ അമ്മ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സൈഡിലുണ്ടായിരുന്നു. അവൻ ഓടി വരുന്നുണ്ട്, കണ്ടോ? അതാ അവൻ മറ്റവൻ്റെ മേത്തേക്ക് ചാടിക്കയറി. 2 പൂച്ചക്കുട്ടികളും തല്ലുണ്ടാക്കുന്നത് കാണാൻ നല്ല രസമായില്ലേ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവർ തല്ലുണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. ഇതാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം. ഇവിടെ എന്തായാലും മീൻ കിട്ടും ഗൈസ്. ഇവിടെ അല്ല കേട്ടോ, ഞങ്ങളുടെ ബാക്കിലേക്ക് കല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ട് അതുപോലെ തിരുമാര അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കല്ലും, അതായത് ഭയങ്കര വെയിറ്റുള്ളൊരു കല്ലില്ലേ, അതൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഫുള്ള് കല്ലാട്ടോ. അതിൽ കൂടെ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അതേപോലെ നമ്മുടെ ഫിഷിംഗ് റോഡിനകത്ത് ഇരുന്ന വെയിറ്റും കാര്യങ്ങളൊക്കെ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുകൾ കിട്ടുന്നുണ്ടാവുള്ളൂ. അകത്തേക്ക് ഉള്ളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ മീനുകൾ കിട്ടും കേട്ടോ. ഇല്ല, ഇതൊരു കുഞ്ഞു ഏരിയയാണ്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മീനുകളായിട്ടുള്ള മറ്റേ അയില, മത്തി, അതുമാതിരിക്കത്തൊക്കെ ചെറിയ മീനുകളുണ്ടാവുമല്ലോ, അങ്ങനത്തെയൊക്കെ മീനുകളെ കിട്ടുള്ളൂ. ഞാൻ എന്തായാലും അങ്ങനത്തെ ഒന്ന് പോയി കാണിച്ചു തരാം കേട്ടോ. അധികം അങ്ങോട്ട് പോവില്ല. ഇവിടെ നല്ല അളകാണ്, അതിൻ്റെ സൗണ്ട് ഉണ്ട്. ഇങ്ങനെ കേറെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് മീൻ ബോട്ടുകളാണ്, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ. അല്ല, ഇതാണ് കല്ലുകൾ. അതിൻ്റെ മേലെ കൂടെ ഒക്കെ കക്ക ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ബോട്ടുകളാണ്. ഇതൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് വരില്ല. ഈ ഒരു ടൈം ആകുമ്പോഴേക്കിന് അതിൻ്റെ ഓണേഴ്സ് വരും. എന്നിട്ട് അവർ മീൻ പിടിക്കാൻ പോട്ടോ. ഞങ്ങൾ അങ്ങനെ മീൻ പിടിക്കാനുള്ള റോഡൊക്കെ സെറ്റാക്കി ഞങ്ങൾ മീൻ പിടിക്കാനുള്ള ഒരു ഉദ്ദേശത്തേക്ക് നിൽക്കുകയാണ്. ഇതിൻ്റെ മേലേക്ക് കയറി പോകണം കേട്ടോ. അവിടെയാണ് നമുക്ക് വലിയ വലിയ മീനുകളടിക്കാം. അച്ഛനും പ്രശോഭനും അതിൻ്റെ മേലെ പോയി. പ്രജീഷലേനും ഞാനും ഇവിടെ നിൽക്കുകയായിരുന്നു. നമുക്ക് ഹമൂറുമായിരിക്കത്തെ മീനുകളെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്ലിൻ്റെ സൈഡിന് പോയിട്ട് ചൂണ്ടിടുന്ന കേട്ടോ നല്ലത്. കാരണം കല്ലിൻ്റെ അവിടെയാണ് ഹമൂറുകളൊക്കെ കുറേ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങളിവിടെ ചൂണ്ടിട്ടു. ഒരു ഹമൂറ് കൊത്തിയിട്ടുണ്ട് കേട്ടോ. ഇറ്റിങ്ങൾ വേഗം പോയിട്ട് കല്ലിൻ്റെ ഇടയിൽ ഒളിക്കും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ആഞ്ഞ് വലിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന് കിട്ടും. അതേപോലെ അത്യാവശ്യം വലിയ വലിയ മീനുകളൊക്കെ കിട്ടുമ്പോൾ അതിനെ പരമാവധി ഓട്ടിക്കുക. അതായത് അതിന് ഇഷ്ടമുള്ള രീതിക്ക് ഓടുക. എന്നിട്ട് അതിന് വിടുക. എന്നിട്ട് അത് കുറേ നേരം ഓടുമ്പോൾ അത് തളരും.
പിന്നെ നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം വരും. അങ്ങനെയൊക്കെ ഓരോരോ നാക്കുകളുണ്ടാവും ഈ ഫിഷിങ്ങിൽ. ഞങ്ങളങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഇത് ഹമ്മൂറ് കിട്ടി വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തതാണ്. ചിലപ്പോൾ അത് ഹമ്മൂറാവാം, അല്ലെങ്കിൽ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയതാവും. അവിടെ 2 ഞണ്ടുകൾ കണ്ടില്ലേ? അവിടെ 2 ഞണ്ടുകളുണ്ട്. അതേപോലെ എന്തോ ഒരു പുഴു മാതിരിക്കത്തെ സാധനം ഉണ്ട് കേട്ടോ. അത് കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവസാനം നമ്മുടെ ചൂണ്ടെടുത്തുനിന്ന് നോക്കി. എനിക്ക് അവസാനം 2 ചെറിയ മീനുകൾ കിട്ടി. ചെറിയ മീനുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയിലി മത്തീൻ്റെയൊക്കെ വലിപ്പമുള്ളത്. അച്ഛനപ്പോൾ ഇങ്ങനെ ബോട്ടിലൊക്കെ കയറിയിട്ട് എന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ പാവം അവിടെ ഇരുന്ന് വലിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കൊന്ന് കല്ല് കുടുങ്ങി ഗൈസ്. സോ ഇതാണ് നമുക്ക് കിട്ടിയ മീനുകൾ. കണ്ടില്ലേ? ഇതൊക്കെ വലിയ ആൾക്കാർ പിടിച്ചാട്ടോ. ഞാൻ ആകെ പിടിച്ചത് ചെറിയ മീനുകളാണ്. ഇതൊക്കെ അവർ അവിടെ പോയിട്ട് പിടിച്ചതാണ്. അതേപോലെ ഇതെന്ത് മീനാണെന്നൊന്നും അറിയില്ല. മേലൊക്കെ നിറച്ച് റെഡ് പുള്ളികളുണ്ട്. അതേപോലെ അയിലുണ്ട്. അയിലമാരിക്കത്തെ കുറേയൊക്കെ മീനുകളുണ്ട്. കണ്ടില്ലേ? നമ്പ് കണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് കയ്യേറിന് വീട്ടിലെത്തിയപ്പോൾ നമ്പും ഉണ്ടായിരുന്നു. ഒരു ബർക്കുട ഉണ്ട്. ചെറിയ മീനുകളുണ്ട്. ഇല്ലേ? ഇതാണ് നമ്മളിന്ന് പോയിട്ട് പിടിച്ചത്. ബർക്കുട ഉണ്ട് കേട്ടോ. ബർക്കുട 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? കണ്ടോ ഞാൻ പറഞ്ഞ അയില? അയില. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.